ഡിവൈഎഫ്ഐ മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനെതിരെ പരാതി. മത്സരത്തിന് പിറകിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്നാണ് പലരും ആരോപിക്കുന്നത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanangad, Kozhikode, Koilandi and Kutyadi. നിർധനരായ ഒരാൾക്ക് വീടും സാധാരണക്കാർക്ക് ആംബുലൻസും നൽകുമെന്ന പ്രഖ്യാപനത്തോടെയാണ് കഴിഞ്ഞ മെയ്യിൽ ഉപ്പള മണ്ണൻകുഴിയിൽ ഡിവൈഎഫ്ഐ മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചതെന്നാണ് പറയുന്നത്. എന്നാൽ ടൂർണമെന്റ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോഴും വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് ജനങ്ങളെ വിശ്വസിപ്പിക്കാനായി ഒരു ആംബുലൻസ് മൈതാനത്ത് എത്തിച്ചിരുന്നുവെങ്കിലും ഇത് പിന്നീട് അപ്രത്യക്ഷമായുമെന്നുമാണ് ഇപ്പോൾ ആരോപണമുയരുന്നത്. ഇത് ജനങ്ങളെ കബളിപ്പിക്കാൻ നടത്തിയ നാടകമായിരുന്നുവെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ 7 മാസം മുമ്പ് ഡിവൈഎഫ്ഐ ഉപ്പള യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗോൾഡൻ അബ്ദുൽ ഖാദർ സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നു. ആ ടൂർണമെന്റിൽ ടിക്കറ്റ് നിരക്കിലാണ് ആ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ആ ടൂർണമെന്റിന്റെ സമാപനത്തിൽ ഡിവൈഎഫ്ഐ ഉപ്പള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ആംബുലൻസ് പുറത്തിറക്കിയിരുന്നു. സൗജന്യമായി രോഗികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ആംബുലൻസ് എന്നതിനെ കുറിച്ചുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം 7 മാസത്തിന് ശേഷം ഇതുവരെയായിട്ട് അതിന്റെ ഏതൊരു പ്രവർത്തനം കാണാത്ത ഒരു അവസ്ഥയാണുള്ളത്. അതേപോലെ തന്നെ ആ ചടങ്ങിൽ വെച്ച് ഡിവൈഎഫ്ഐയുടെ ഒരു പ്രവർത്തകന് ശരിയായി വെച്ച് ഒരു വീട് വെച്ച് നൽകും എന്നതിനെ കുറിച്ചുള്ള പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളും 7 മാസത്തിന് ഇപ്പുറം ഒരു പ്രവർത്തനവും നടക്കാത്ത ഒരവസ്ഥയാണുള്ളത്. ഒരു ടിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐയുടെ ഈ ടൂർണമെന്റിൽ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടന്നതിന് ശേഷം ഇതുവരെയായിട്ടുള്ള പ്രവർത്തനം യാതൊരു രീതിയിലും നടക്കാതെ വരുന്നത് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രവർത്തനമായി ഞങ്ങൾ വന്നിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനം ഏത് രീതിയിൽ എത്തിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന്റെ പ്രവർത്തനം ഏത് രീതിയിൽ എത്തിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ പൊതുജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിയാണ് ഡിവൈഎഫ്ഐ. അതറിയണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ടിക്കറ്റ് വിൽപ്പനയിലൂടെയും മറ്റും ലക്ഷക്കണക്കിന് രൂപ സമാഹരിച്ചെങ്കിലും ഈ തുക പാർട്ടി നേതാക്കളുടെ വ്യക്തിഗത അക്കൗണ്ടിലേക്കാണ് വകമാറ്റിയതെന്നുള്ള ഗുരുതരമായ ആരോപണവും ഉയരുന്നുണ്ട്. വിഷയത്തിൽ സുതാര്യത ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാനാണത്രേ സംഘാടകർ ശ്രമിക്കുന്നത്. വാഗ്ദാനം ചെയ്ത ആംബുലൻസും വീടും ഉടൻ നൽകിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും നിയമ നടപടികൾക്കും നേതൃത്വം നൽകുമെന്നുമാണ് നാട്ടുകാരിൽ പലരും നൽകുന്ന മുന്നറിയിപ്പ്. വാഗ്ദാനങ്ങൾ വെറും ജലരേഖയാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്നും പിരിച്ചെടുത്ത പണത്തിന് കൃത്യമായ കണക്ക് വേണമെന്നും ആവശ്യപ്പെടുന്നവർ നേരത്തെ ഉറപ്പു നൽകിയ വീടും ആംബുലൻസും എത്രയും വേഗത്തിൽ ലഭ്യമാക്കണമെന്നുള്ള ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.